ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കോട്ടക്കൽ നഗരസഭയിൽ SDPIയും CPIMും തമ്മിൽ അവിശുദ്ധ സഖ്യത്തിലാണെന്ന് UDF മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രത്യേകിച്ച് 2ാം വാർഡിലും 3ാം വാർഡിലും CPMും SDPയും തമ്മിലുള്ള വോട്ട് ചേഞ്ചിങ്ങും ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പരസ്യമായി വോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഈ നടക്കുന്നത് കംപ്ലീറ്റ് കോട്ടക്കലും പരിസര പ്രദേശത്തുള്ള SDPയുടെ സമുന്നതരായ നേതാക്കന്മാരാണ്. ആ വാർഡിലുള്ള ആൾക്കാരാരുമില്ല. വാർഡിലെ 2-3 ആൾക്കാർ മാത്രമാണ് അതിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ SDPയുടെ സ്ഥാനാർത്ഥികളായി നിന്നിട്ടുള്ള ഡെമ്മികളായി നിന്നിട്ടുള്ള കഴിഞ്ഞ 4 പ്രാവശ്യവും ഡെമ്മികളായിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നിന്നിട്ട ആളുകളാണ് ആ വാർഡിൽ നടക്കുന്നത്. ഇത് ഫൈസൽ ഈ സ്ഥാനാർത്ഥി നടക്കുന്ന രംഗങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇതേ അവസ്ഥയാണ് 3ാം വാർഡിലും ഉണ്ടാകുന്നത്. 3ാം വാർഡിൽ SDPൻ്റെ മുനിസിപ്പൽ പ്രസിഡന്റാണ് മത്സരിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ് ഞാനാണ് മത്സരിക്കുന്നത്. എനിക്കെതിരെ SDPയുടെ ഇവിടെ SDPI എന്ന് അവിടെ പറയുന്നില്ല. CPMൻ്റെ പ്രവർത്തകരാണ് 2ാം വാർഡിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഇലക്ഷനിൽ സ്ക്രൂട്ടിനിങ് വന്നത്, അഫിഡവിറ്റ് കൊടുത്തത് ഇലക്ഷന് കബീർ മാഷാണ് ഇതിനെ പത്രിക പരിശോധന നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരാൾ സ്വരാജാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ലോക്കൽ ചാനലൊക്കെ അത്തരം മീഡിയകളൊക്കെ വാർത്തകളൊക്കെ വിട്ട ശേഷവും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാനടക്കമുള്ള ഞങ്ങളെ വീട്ടിലൊക്കെ വന്ന് ചോദിക്കുന്നത് SDPയുടെ ആളുകളാണ് വോട്ട് വന്ന് CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന സാഹചര്യമുള്ളത്. കോട്ടക്കൽ നഗരസഭയിലെ പല വാർഡുകളിലും SDPIയും CPIMും സഖ്യത്തിലാണ്. 2ാം വാർഡ് ചുണ്ടയിൽ 2015 തിരഞ്ഞെടുപ്പിൽ 265 വോട്ടുകൾ വാങ്ങി SDPI സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇത്തവണ SDPI സ്ഥാനാർത്ഥിയില്ല. 2ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി SDPIക്കാർ വീടുകളിൽ കയറി സ്ക്വാഡ് പ്രവർത്തനമടക്കം നടത്തുകയാണ്. ഡമ്മി സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പിൻവലിക്കുന്നതിനും സ്ഥാനാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും ഒരേ വാഹനത്തിലാണ് CPIM SDPI സ്ഥാനാർത്ഥികൾ വന്നത്. പകരമായി 3ാം വാർഡിൽ SDPI സ്ഥാനാർത്ഥി CPIM സഹകരണത്തോടെ വോട്ടഭ്യർത്ഥിച്ച് പ്രചരണ പ്രവർത്തനം നടത്തുകയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ മരണത്തെ തുടർന്ന് വർഗീയത തുലയട്ടെ ക്യാമ്പയിൻ നടത്തിയവരാണ് CPIM. ഇവരുടെ സംസ്ഥാന നേതാക്കൾ SDPIയെ പലതവണ വർഗീയ ഭീകരവാദ സംഘടന എന്ന് ആക്ഷേപിച്ചവരാണ്. കോട്ടക്കൽ നഗരസഭയിൽ 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി SDPIയുടെ കൂടെ കൂടുന്ന ഇടതുപക്ഷത്തിന്റെ നടപടി പ്രതിഷേധാർഹമാണ്. കടുത്ത വിഭാഗീയതയെ തുടർന്ന് കോട്ടക്കൽ ഏരിയ കമ്മിറ്റി ഇല്ലാതാക്കുകയും കോട്ടക്കൽ LC കമ്മിറ്റിയെ ജാതിക്കും മതത്തിനും അടിസ്ഥാനത്തിൽ 2ആയി വിഭജിക്കുകയും ചെയ്ത CPIMന് 2 കൗൺസിലർമാർ കാലാവധിക്ക് മുമ്പേ രാജിവെച്ച ജാള്യത മറക്കാൻ ഭീകരവാദ സംഘത്തെ കൂട്ടുപിടിക്കുന്ന നിലപാട് പ്രതിഷേധാർഹമാണ്. CPIMന്റെ അവസരവാദ രാഷ്ട്രീയം തുറന്നു കാണിക്കുവാൻ UDF തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തും. കോട്ടക്കലിലെ CPMന്റെ ഭീകര സംഘങ്ങളുമായുള്ള ചങ്ങാത്തം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടു കൂടിയാണോ എന്ന് CPM വ്യക്തമാക്കണമെന്നും KK നാസർ, സേതുമാധവൻ, സാജിദ് മങ്ങാട്ടിൽ, സുലൈമാൻ പാറമ്മൽ, C ഷംസുദ്ദീൻ, മൂസ ഹാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.